സോ, ഹലോ സ്റ്റുഡൻസ്, ഗുഡ് നൈറ്റ്. എനിവേ, നമ്മള് ഇന്ന് ടോപ്പിക്സ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് ആബ്സെന്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാനൊന്ന് റെക്കോർഡ് ചെയ്യാൻ ലേറ്റായി. എന്തായാലും ലേറ്റ് ഈസ് ബെറ്റർ ദാൻ നെവർ, റൈറ്റ്? സോ, ടുഡേ വി ടുക്ക് ദ ടോപ്പിക് കോൾഡ് ബിസിനസ് എൻവയറൺമെന്റ്. ബിസിനസ് എൻവയറൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്, കുറച്ച് ബോറിംഗ് ടോപ്പിക്കാണ്. പക്ഷേ ഇതിൽ ചില ടോപ്പിക്സൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. സോ, നമുക്ക് വിതൗട്ട് ഫർദർ ഡ്യൂ ലെറ്റ് us ഗോ ടു അവർ ടോപ്പിക്, റൈറ്റ്? സോ, ടു ടോക്ക് അബൌട്ട് ബിസിനസ് എൻവയറൺമെന്റ് നമ്മളിതിൽ ആദ്യമായിട്ട് പഠിച്ചൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോർട്ടസിന്റെ വാല്യൂ ചെയിൻ ആണ്. തിങ്ക് ദിസ് ആസ് ദിസ് വേ സ്റ്റുഡൻസ്. പോർട്ടസിന്റെ വാല്യൂ ചെയിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും വാല്യൂ ചെയിൻ? നമ്മൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസ്സിന് മുന്നോട്ട് പോകണമെങ്കിൽ ആ ബിസിനസ് കൊണ്ട് ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം. ആൾക്കാർ വാല്യൂ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ആ ബിസിനസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ബിസിനസ്സിന് ലോങ് ടേമിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. സോ വാല്യൂ ചെയിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ഒരു ഐഫോണിന്റെ എക്സാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഹെർമീസ് പാരീസിന്റെ ബർക്കിൻ ബാഗിന്റെ എക്സാമ്പിൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ആപ്പിൾ ഐഫോണിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. So for that, I will give you a type of presentation at first, then we can come to this back, okay? So let me take this slide and I'll show you a value chain based on iPhone. Yeah. So look here, students. When we look into this Potter's value chain, നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പിളിന്റെ വാല്യൂ ചെയിൻ ആണ്, അല്ലെങ്കിൽ ഐഫോണിന്റെ വാല്യൂ ചെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വാല്യൂ ചെയിൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ആപ്പിളിന്റെ ഐഫോൺ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് പല കാര്യങ്ങൾ വേണ്ടി വരില്ലേ? നമ്മൾ സിംപ്ലി സംസാരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും അല്ലേ? ഇപ്പോൾ സാംസങ്ങിന്റെ കയ്യിൽ നിന്ന് സ്ക്രീന് സൂസ് ചെയ്യുന്നുണ്ട്. സാംസങ് കമ്പനി എവിടെയുള്ളതാ? സൗത്ത് കൊറിയയിലുള്ളതാ? അപ്പോൾ സൗത്ത് കൊറിയയിലുള്ള സാംസങ്ങിന്റെ കമ്പനിയിൽ നിന്ന് അവർ സ്ക്രീൻ സൂസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ സോണി ജപ്പാനിലുള്ള കമ്പനിയിൽ നിന്ന് അവർ ലെൻസ് സൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ TSMC തൈവാനിലെ കമ്പനിയിൽ നിന്ന് അവർ ചിപ്പ് സൂസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ പല കാര്യങ്ങളും അവർ ആദ്യം സൂസ് ചെയ്ത് അവർ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് നമ്മൾ വാല്യൂ ചെയിനിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. എങ്ങനെ? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ സോഴ്സ് ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ മെറ്റീരിയൽസ് സോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ആണ്. പിന്നെ വി ആർ ഹാവിങ് ദിസ് മെറ്റീരിയൽസ് വിത്ത് ഇറ്റ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സമയത്ത് അവിടെ സിംപ്ലി നമുക്കൊരു സ്ക്രീനും ലെൻസും ചിപ്പും കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നോ, റൈറ്റ്? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് വെക്കണം. അങ്ങനെ ഒരുമിച്ച് വെക്കുന്ന സമയത്ത് മാത്രമാണ് അവിടെ വാല്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരുമിച്ച് വെക്കുന്ന കാര്യത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പറേഷൻസ്. സോ ഓപ്പറേഷൻസ് ഇസ് സിംപ്ലി അസംബ്ലിങ് ദീസ് മെറ്റീരിയൽ ടുഗദർ ഇറ്റ് ക്രിയേറ്റ് എ വാല്യൂ. അപ്പോൾ അതൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേഷൻസിലൂടെ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വെക്കുന്നു. സോ വി ഗെറ്റ് എ ഫൈനൽ പ്രൊഡക്റ്റ്, വി ഗെറ്റ് എൻ ഐഫോൺ ത്രൂ ഓപ്പറേഷൻസ്. ഇപ്പോൾ ആപ്പിളിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഐഫോൺ ഉണ്ടാക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ലൈക്ക് എക്സാമ്പിൾ ചൈനയിൽ ഉണ്ടാക്കുന്നുണ്ട്, ഇന്ത്യയിൽ ഫോക്സ്കോണിൽ ഉണ്ടാക്കുന്നുണ്ട്. സോ ഇവിടെ എല്ലാം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഫൈനൽ പ്രൊഡക്റ്റിന് അവർ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതോടുകൂടി നമ്മളെ ഒബ്ലിഗേഷൻ തീർന്നിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന മൊബൈൽ ഫോൺസ് ഇപ്പോൾ ലെറ്റ്സ് സേ ഇന്ത്യയിലും ചൈനയിലുള്ള ഫാക്ടറിയിലാണ്. ലോക രാജ്യങ്ങളിലുള്ള പല സ്ഥലങ്ങളിലേക്കും ഇത് എത്തിക്കണ്ടേ? ഇതിന് നമ്മൾ എന്ത് പറയും? ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയും. സോ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഉണ്ടാക്കിയിട്ടുള്ള ഈ ഫിനിഷ് പ്രൊഡക്റ്റിന് പല രാജ്യങ്ങളിലേക്കും നമ്മൾ എന്ത് ചെയ്യാണ്? എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ പല രാജ്യങ്ങളിലേക്കും നമ്മൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. ഇനി പല രാജ്യങ്ങളിലും നമ്മൾ ഫൈനൽ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു മേക്ക് ഷ്യൂർ ദാറ്റ് ദ പീപ്പിൾ നോ ദാറ്റ് അവർ പ്രൊഡക്റ്റ് ഈസ് ദെയർ. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് ആൾക്കാരെ അറിയിക്കേണ്ട ഒരു പ്രോസസ്സാണ് നെക്സ്റ്റ് വരുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്. ഇത് നമ്മൾ എന്ത് പറയും? മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എന്ന് പറയും. പിന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്തു. അതോടുകൂടി നമ്മളെ ഒബ്ലിഗേഷൻ അവിടെ തീരുന്നില്ല. എഗൈൻ ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? സെറ്റ് ചെയ്ത് കൊടുക്കണം, റിപ്പയർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് എന്ത് പറയാം? വി ക്യാൻ കോൾ ഇറ്റ് സർവീസ്, റൈറ്റ്? സോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന പോർട്ടേഴ്സിന്റെ വാല്യൂ ചെയിനിനെ പ്രൈമറി ആക്ടിവിറ്റീസും സപ്പോർട്ട് ആക്ടിവിറ്റീസുമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് അതിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് ആൻഡ് സർവീസ്. എടാ ഇത് ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്കൊരു സ്പെസിഫിക് കോസ്റ്റ് ഉണ്ടാവും. നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ പറയുന്ന പ്രൈമറി ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. സിംപ്ലി നമ്മൾ അതിനെ സപ്പോർട്ട് ആക്ടിവിറ്റീസ് തന്നെ പറയാം. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഫേം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടാവണം, ബിക്കോസ് ദർ ആർ പീപ്പിൾ ഹു ഇസ് വർക്കിംഗ് ഇൻ ദീസ് ഫാക്ടറീസ്, റൈറ്റ്? ആൻഡ് ദർ ഇസ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ്. പിന്നെ നമ്മൾ പറഞ്ഞു പല രാജ്യങ്ങൾക്കും പോയിട്ട് സൂസ് ചെയ്യുന്നുണ്ട്.
ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൊക്യൂർമെന്റ്. അപ്പോൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രൊക്യൂർമെന്റ്. അപ്പോൾ ഈ പ്രൈമറി ആക്ടിവിറ്റീസ് ചെയ്യാനും സപ്പോർട്ട് ആക്ടിവിറ്റീസ് ചെയ്യാനും കമ്പനിക്ക് ഒരു കോസ്റ്റ് ഉണ്ടാവില്ലേ? ഇതിനേക്കാളും കൂടുതലല്ലേ കമ്പനി വിൽക്കുക. അതിനാണ് നമ്മൾ മാർജിൻ എന്ന് പറയുക. സോ എത്രത്തോളം മാർജിനിൽ കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി പറ്റുമെന്ന് അറിയോ? എത്രത്തോളം വാല്യൂ കമ്പനി ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ പ്രൊഡക്റ്റ് കൊണ്ട്, അത്രയും മാർജിനിൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഡക്റ്റിനെ സെൽ ചെയ്യാൻ പറ്റും. നമ്മൾ വേറൊരു എക്സാമ്പിളിന്റെ കേസും കൂടിയും നമ്മൾ ഇത് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പോർട്ടേഴ്സ് വാല്യൂ ചെയിനിൽ ഹെർമീസ് പാരീസിന്റെ കേസ് നമ്മൾ സംസാരിച്ചത്. എടാ, ഹെർമീസ് പാരീസിന്റെ ബർക്കിൻ ബാഗിനെ പറ്റി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ? അതായത് ആ ഒരു ബാഗിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ 4 കോടി രൂപക്കാണ് അവർ ഈ ബാഗ് സെൽ ചെയ്യുന്നത്. അപ്പോൾ 4 കോടി രൂപക്ക് ഇവർ ഒരു ബാഗ് സെൽ ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുമോ 4 കോടിന്റെ അത്ര ഒരു വർത്ത് ഉണ്ടാവും ശരിക്കും ആ ബാഗിന്? ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ബാഗ് കൊടുക്കുന്ന സ്റ്റാറ്റസ്, ഇമേജ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാര് ക്യാഷ് കൊടുക്കുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു വാല്യൂ ആണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക. വളരെയധികം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഇങ്ങനത്തെ സ്പെഷ്യൽ ബാഗ്സ് അവർ ഇറക്കാറുള്ളൂ. അപ്പോൾ ഈ ഒരു ബാഗ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ടാവും? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ് ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള സാധനത്തിനെ ഇവരെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രോക്കഡൈൽ സ്കിന്ന്, വൈറ്റ് ഡയമണ്ട്സ് പോലെയുള്ള പല കാര്യങ്ങൾ, ഫാബ്രിക്സ് പോലെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓപ്പറേഷൻസിലൂടെ ഒരുമിച്ച് വെക്കും. പിന്നെ ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കിയുള്ള കാര്യം തന്നെ പല രാജ്യങ്ങളിലേക്കും നമ്മൾ എന്ത് ചെയ്യും? ഇത് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസും ഉണ്ട്. പിന്നെ എന്തുണ്ട്? സർവീസും ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി സപ്പോർട്ട് ആക്ടിവിറ്റീസ് ആയിട്ട് ഏതൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ഫേം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട്, പ്രൊക്യൂർമെന്റ് ഉണ്ട്. സോ ദീസ് ആർ ദ സപ്പോർട്ട് ആക്ടിവിറ്റി. ദ അതർ ഇസ് എ പ്രൈമറി ആക്ടിവിറ്റി. ഇത് ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്കൊരു കോസ്റ്റ് വരും. ഇതിനേക്കാളും കൂടുതൽ നമ്മൾ സെൽ ചെയ്യുമ്പോൾ നമുക്ക് മാർജിൻ എന്ന് പറയാം. സോ എത്ര മാർജിനിൽ നമുക്ക് സെൽ ചെയ്യാൻ പറ്റും? എത്ര വാല്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും മാർജിൻ നമുക്ക് അതിൽ കിട്ടും. അത്രയും പ്രോഫിറ്റ് നമുക്ക് അതിൽ നിന്ന് ഡെറൈവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ വാല്യൂ ചെയിൻ എന്നുള്ള കേസിൽ സംസാരിച്ചുള്ളത്. എടാ, വാല്യൂ ചെയിനിന്റെ ഒരു ഫാക്ടർ നമ്മൾ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാല്യൂ ചെയിൻ എന്ന് പറയുമ്പോൾ എന്താ? ഏതൊരു ബിസിനസ്സിനും അവർക്ക് എന്ത് കാര്യം ഉണ്ടാക്കണമെങ്കിലും ആൾക്കാരിലേക്ക് ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യണം. ഈ വാല്യൂ ജനറേറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന ഒരു സ്പെസിഫിക് ടേം ആണ് വാല്യൂ ചെയിൻ. അതിൽ പോർട്ടർ പ്രൈമറി ആക്ടിവിറ്റീസും സപ്പോർട്ട് ആക്ടിവിറ്റീസും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പ്രൈമറി ആക്ടിവിറ്റീസ് നമ്മൾ സംസാരിച്ചുള്ള എന്തൊക്കെ പ്രൈമറി ആക്ടിവിറ്റീസിൽ വരുന്നത്? ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഓപ്പറേഷൻസ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് സർവീസ്. എന്താണ് ഈ പറയുന്ന സപ്പോർട്ട് ആക്ടിവിറ്റീസിൽ വരുന്നത്? ഫേം ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊക്യൂർമെന്റ്. ഇസ് ഇറ്റ് ക്ലിയർ സ്റ്റുഡൻസ്? ഓക്കെ. സോ വെൻ ഇറ്റ് കംസ് ഡൗൺ വെൻ ഇറ്റ് കംസ് ഡൗൺ നമ്മൾ പറഞ്ഞു ഈ പറയുന്ന വാല്യൂ ചെയിനിന്റെ പോലെ, ഇതിപ്പോൾ നമ്മൾ ആപ്പിളിന്റെ വാല്യൂ ചെയിൻ മാത്രമേ സംസാരിച്ചു. ഈ പറയുന്ന വാല്യൂ ചെയിനിന്റെ പോലെ തന്നെ പല കമ്പനീസിനും വാല്യൂ ചെയിൻ ഉണ്ട്. ഇപ്പോൾ ആപ്പിളിന്റെ സപ്ലയേഴ്സിന് വാല്യൂ ചെയിൻ ഉണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും വാല്യൂ ചെയിൻസ് ഉണ്ട്. ഈ വാല്യൂ ചെയിൻസ് തമ്മിൽ ഒരുമിച്ചാൽ നമ്മൾ അതിനെ വിളിക്കുന്ന ഒരു പേരാണ് വാല്യൂ നെറ്റ്വർക്ക്. വാട്ട് ഡു വി കോൾ ദം? വാല്യൂ നെറ്റ്വർക്ക്. സോ വാട്ട് വി ക്യാൻ സേ വാല്യൂ നെറ്റ്വർക്ക് ഇസ് എ വാല്യൂ ചെയിൻ is connected to the value chains of suppliers, distributors and customers. ഇങ്ങനെ പല ആൾക്കാരെയും വാല്യൂ ചെയിൻ ഒരുമിക്കുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് വാല്യൂ നെറ്റ്വർക്ക്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. സോ നമ്മൾ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യമായിരുന്നു ഈ വാല്യൂ ചെയിനിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പരസ്പരം എന്താണ്? ഇന്റർ കണക്റ്റഡ് ആ. ഈ ഇന്റർ കണക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ വിളിച്ച പേരായിരുന്നു ലിങ്കേജസ്. ഈ ഇന്റർ കണക്ട് ചെയ്തിട്ടുള്ള കാര്യത്തിന് നമ്മൾ വിളിച്ച പേര് എന്താ? ലിങ്കേജസ് എന്നുള്ള ടേം ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ we moved into another topic which is very important as well. Porter's five forces model. So when we talk about Porter's five forces model, see, you should understand this. പോർട്ടർ മനസ്സിലാക്കിയിട്ടുള്ള കോമ്പറ്റീവ് ഫോഴ്സസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് പൊട്ടൻഷ്യൽ എൻട്രൻസിന്റെ ത്രെട്ടാ. പുതിയതായിട്ട് ഒരു എൻട്രൻസ് വരുന്നതിന്റെ ത്രെട്ടാ. സോ ശരിക്കും നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഉപയോഗിച്ചിട്ടുള്ളത് എയർക്രാഫ്റ്റിന്റെ എക്സാമ്പിൾസ് ആയിരുന്നു. ഫോർ എയർക്രാഫ്റ്റ് എക്സാമ്പിൾ വി ടുക്ക് എയർബസ് ആൻഡ് ബോയിങ്. എയർബസും ബോയിങ്ങിന്റെ എക്സാമ്പിൾ എടുത്തിട്ടാണ് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായി. അതായത് എയർബസും ബോയിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്ത് നിങ്ങൾ ഏത് എയർലൈൻസ് എടുത്ത് നോക്കിക്കോ, അതിന്റെ മെജോറിറ്റി നോക്കുന്ന സമയത്തും അതിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ എയർബസ് ആയിരിക്കും, അല്ലെങ്കിൽ ബോയിങ് ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന 2 കമ്പനീസിന് പുറമേ നിന്ന് വേറൊരു റൈവൽ കമ്പനി വന്നിട്ട് തന്നെ റിപ്ലേസ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പേടിക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കമ്പനീസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള കമ്പനീസ് ആണ്. അത് മാത്രമല്ല ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഉണ്ട്. ലൈക്ക് $100 billion. ഇനിയിപ്പോൾ നമ്മൾ എൻട്രി ചെയ്താലോ കുറേ കാലത്തെ എക്സ്പീരിയൻസ് എക്സ്പെർട്ടൈസും വേണ്ടേ? അപ്പോൾ ഈ പറഞ്ഞ 2 കമ്പനീസിന് പുതുതായിട്ടൊരു കമ്പനി വരുന്നതിനെ കുറിച്ച് പേടിക്കേ വേണ്ട. എന്നാൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു റെസ്റ്റോറന്റ് ബേസ്ഡ് കമ്പനിയാണ് എന്ന് വിചാരിക്കാം. റെസ്റ്റോറന്റ് സിറ്റുവേഷൻ ഒക്കെ പറയുകയാണെങ്കിൽടാ നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത്
നമ്മുടെ നാട്ടിലിപ്പോ മന്തി ഷോപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു മന്തി ഷോപ്പ് വന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ സീരീസ് ഓഫ് മന്തി ഷോപ്പ് വരാണല്ലേ. നെയിംലി പറയുകയാണെങ്കിൽ നെഹദി, സൂഫി, സൂഫിയൊക്കെ പിന്നെ സെയിം ആൾക്കാര് തന്നെയാണ്. ക്ലബ് ഷോവായ നമ്മൾ സംസാരിച്ചിരുന്നു ക്ലാസ്സില്. ഇതല്ലാതെ ഉണ്ടല്ലോ അറേബ്യൻ പാലസ് ഉണ്ട്. അതുപോലെ തന്നെ മന്തി മൻസിലുണ്ട്. പല മന്തി ഷോപ്സും ഉണ്ട്. സോ ഇവിടെ ഒരു മന്തി ഷോപ്പ് വന്നിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് പല ഷോപ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ആ കമ്പനീസിന് പൊട്ടൻഷ്യൽ എൻട്രൻസിന്റെ ത്രെഡ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താ കൂടുതലാണ്. സോ ഡിപെൻഡിങ് അപ്പോൺ ദ ബിസിനസ് ഇറ്റ് വിൽ വേരി ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച്. ഓക്കെ. പിന്നെ നമ്മൾ ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ? ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ, നമ്മളൊരു ഡെസേർട്ടിൽ പെട്ടുപോയി, നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നു. ആ റെസ്റ്റോറൻറ്റിലേക്ക് കയറി ചെന്നിട്ട് നമ്മൾ ബിരിയാണി ചോദിച്ചപ്പോൾ ആ റെസ്റ്റോറന്റ് ആൾ നമ്മളോട് പറഞ്ഞ കാര്യം എന്താ? ഒരു ബിരിയാണിക്ക് എത്ര രൂപ? 1000 റുപ്പീസ്. സോ വി ഗോട്ട് മാഡ് റൈറ്റ്. 1000 റുപ്പീസ് ഫോർ എ ബിരിയാണി ഈസ് ഔട്ട്റേജസ്. നമ്മൾ അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ പോയി വേറെ ബിരിയാണി ഷോപ്പ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ വേറെ ഒന്നും കാണുന്നില്ല. തിരിച്ച് നമ്മൾ അതേ ഷോപ്പിലേക്ക് പോയപ്പോൾ അതേ കടക്കാരൻ പറയുന്നു നമ്മൾ ബിരിയാണിക്ക് 1000 അല്ല ഇപ്പൊ 2000 ആയിട്ടുണ്ട്. യാഹ്! എന്തുകൊണ്ട്? ഇവിടെ വേറെ സപ്ലയേഴ്സ് ഇല്ല. അപ്പൊ സപ്ലയേഴ്സിന്റെ എണ്ണം കുറഞ്ഞാൽ എങ്ങനെടാ? സപ്ലയറെ എണ്ണം കുറഞ്ഞാൽ സപ്ലയറെ ബാർഗൈനിങ് പവർ എന്ത് ചെയ്യും? കൂടും. മനസ്സിലാവുന്നുണ്ടാ? സപ്ലയറെ എണ്ണം കുറഞ്ഞാൽ വേറെ സപ്ലയർ ഉണ്ടോ? ഇല്ല. അപ്പൊ സപ്ലയറെ ബാർഗൈനിങ് പവർ എന്ത് ചെയ്യും? കൂടും. എന്നാൽ സപ്ലയറെ എണ്ണം കൂടിയാലോ? സപ്ലയറെ ബാർഗൈനിങ് പവർ എന്ത് ചെയ്യും? കുറയും. കാരണം നമ്മളൊരു സപ്ലയറുടെ അടുത്തേക്ക് പോയി. അവര് വലിയൊരു എമൗണ്ടാ പറയുന്നത്. വേറെ കുറേ സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സപ്ലയേഴ്സിന്റെ അടുത്ത് പോയിക്കൂടെ? യാഹ്. അതേ കേസിൽ തന്നെ നമുക്ക് എന്തിന്റെ കേസ് പറയാം? ബാർഗൈനിങ് പവർ ഓഫ് കസ്റ്റമേഴ്സിന്റെ സിറ്റുവേഷൻ പറയാം. ഇപ്പൊ സപ്ലയറെ എണ്ണം കുറഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ ബാർഗൈനിങ് പവർ കുറയും. സപ്ലയേഴ്സിന്റെ എണ്ണം കൂടിയാലോ? കസ്റ്റമേഴ്സിന്റെ ബാർഗൈനിങ് പവർ എന്ത് ചെയ്യും? കൂടും. യാഹ്. ദെൻ വി ലേൺഡ് അബൌട്ട് ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പകരം വേറൊരാൾ വരുന്നതിന്റെ ത്രെട്ടാണ്. ഇപ്പോൾ നമ്മൾ സിറ്റുവേഷൻ സംസാരിക്കുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മള് മൂവീസും മറ്റേ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി യുഎസിലൊക്കെ ഉള്ള ഒരു കമ്പനിയായിരുന്നു ബ്ലോക്ക് ബസ്റ്റർ. ആൾക്കാര് മൂവീസിന്റെ ഇതൊക്കെ ജസ്റ്റ് പോയിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് റെന്റിന് എടുക്കും. എന്നിട്ട് അത് കണ്ടിട്ട് അവര് തിരിച്ചു കൊടുക്കും. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം ബ്ലോക്ക് ബസ്റ്റർ പോലെയുള്ള കാര്യത്തിനൊക്കെ നെറ്റ്ഫ്ലിക്സ് വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുവന്നു. അതുപോലെ തന്നെ പണ്ട് നമ്മള് ടാക്സി വിളിച്ചതിനെ ഇപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്ത് വന്നിട്ടുണ്ട്? ഊബർ വന്നിട്ടുണ്ട്. അങ്ങനെ പല കാര്യത്തിനെയും ഇപ്പോ പണ്ട് മ്യൂസിക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇപ്പൊ എന്ത് വന്നിട്ടുണ്ടായിരുന്നു? സ്പോട്ടിഫൈ വന്നു. സെയിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആവണമെന്നില്ല. ഇപ്പോൾ നമ്മൾ പണ്ട് കമ്പനിയിൽ പോയിട്ടുണ്ടായിരുന്ന ബസ്സിലാണ് ഇപ്പൊ റിമോട്ട്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കേസ് സോഫ്റ്റ്‌വെയർ ഒക്കെ വെച്ച് വന്നപ്പോൾ പല ആൾക്കാരെയും ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല. അപ്പൊ ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സോഫ്റ്റ്‌വെയർസും വരാം. So it should not be necessarily from the same industry. It can be from different industry as well. Okay, and uh, and when we move into another topic, we are having industry competitors rivalry among existing firms. Existing firmസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കോമ്പറ്റീഷൻ. ഫോർ എക്സാമ്പിൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ജിയോ, എയർടെൽ, വി ഐ. അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഫേംസിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കോമ്പറ്റീഷൻസും ഒരു ടൈപ്പ് ഓഫ് കോമ്പറ്റീറ്റീവ് ഫോഴ്സസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം. ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ്സിൽ? ഡു യു റിമെമ്പർ? ഈ ഒരു ഇമേജ് വെച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളുണ്ടോ? ഈ പറയുന്ന ബ്ലോക്ക് ബസ്റ്ററിനെ മാറ്റി നെറ്റ്ഫ്ലിക്സ് വന്നു. ടാക്സിന് മാറ്റി ഊബർ വന്നു. മ്യൂസിക്കിന് മാറ്റിയിട്ട് ഇപ്പോൾ സ്പോട്ടിഫൈ വന്നു. സോ ഒന്നുകൂടിയും ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ കാര്യം അല്ലെ? റൈവൽറി എമോങ് എക്സിസ്റ്റിംഗ് ഫേംസ്, ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്, ബാർഗൈനിങ് പവർ ഓഫ് കസ്റ്റമേഴ്സ്, ത്രെട്ട് ഓഫ് ന്യൂ entrants and ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഓക്കെ. ആർ യു ഏബിൾ ടു റിലേറ്റ് ടു ദിസ്? യാ. സോ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെ ജസ്റ്റ് ഗോ ത്രൂ ചെയ്യാട്ടോ. പിന്നെ നമ്മൾ അതിനുശേഷം ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഗിവ് മി എ സെക്കൻഡ്, ലെറ്റ് മീ ടേക്ക് ദ നോട്ട്സ്. യാഹ്. അതിനുശേഷം നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സിംപ്ലി എന്താണ് ഒരു ബിസിനസ് എൻവയറൺമെന്റ് എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ബിസിനസ് എൻവയറൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരാൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അയാൾ നോക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. കാരണം ബിസിനസ് എൻവയറൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഈ എൻവയറൺമെന്റ് അനലൈസ് ചെയ്യാതെ ഒരാൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് വിജയിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ബിസിനസ് എൻവയറൺമെന്റ്.
സോ ബിസിനസ് എൻവയറൺമെന്റിന്റെ കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് വി നോ സം കമ്പനീസ് ആർ ഗ്ലോബൽ കമ്പനി വെറസ് അതർ കമ്പനീസ് ആർ ലോക്കൽ കമ്പനി. എങ്ങനെ സം കമ്പനീസ് ഗ്ലോബൽ കമ്പനിയാണ്, മറ്റ് കമ്പനീസ് ലോക്കൽ ആയിട്ടുള്ള കമ്പനീസ് ആണ്. ഗ്ലോബൽ കമ്പനി നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം തന്നെ ഒന്നിൽ കൂടുതൽ രാജ്യങ്ങളിലുള്ള കമ്പനീസിനെ നമ്മൾ ഗ്ലോബൽ കമ്പനി എന്ന് പറയും. ഇന്ന് ഒരൊറ്റ രാജ്യത്ത് മാത്രമാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ കമ്പനി. ഗോട്ട് ഇറ്റ്. അപ്പോൾ ശരിക്കും ഈ ഗ്ലോബൽ കമ്പനിയല്ലേ റിസ്ക് കൂടുതൽ എടുക്കുന്നത്? അതിന്റെ റീസൺ എന്താ? കാരണം നമ്മൾ ഏതൊരു രാജ്യത്ത് പോയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ എഫക്റ്റഡ് ആവുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ പൊളിറ്റിക്കൽ ഫാക്ടർ, എക്കണോമിക് ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ, ടെക്നോളജിക്കൽ ഫാക്ടർ. വെൻ വി ടോക്ക് അബൌട്ട് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, അവിടെ ഓരോ രാജ്യത്തുണ്ടാവുന്ന പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഡിഫറെന്റ് അല്ലേ? ഇപ്പോൾ നമ്മൾ നോർത്ത് കൊറിയ dictatorship, India, democracy. Whereas when we look into UK, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി, അങ്ങനെ വെറ്റിക്കൻ സിറ്റി, തിയോക്രസി. ഓരോ രാജ്യത്തുണ്ടാവുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഡിഫറെൻ്റാ. ആൻഡ് നമുക്കറിയാം ഓരോ രാജ്യത്തുണ്ടാവുന്ന ഇക്കണോമിക് സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. ചില കൺട്രീസ് ഡെവലപ്പ് കൺട്രീസ് ആണ്, ചില കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്, ചില കൺട്രീസ് അണ്ടർ ഡെവലപ്പ് കൺട്രീസ് ആണ്. ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻസ് ഡിഫറെൻറ്റ്, ടെക്നോളജി സിറ്റുവേഷൻസ് ഡിഫറെൻറ്റ്. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ബിസിനസ് ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മൾ സിംപ്ലി പറഞ്ഞു ഇക്കണോമിക് സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആവുന്നതിന് പല എക്സാമ്പിൾസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് വാച്ച് ആണ് ഹാലുസിനേഷൻ. ഇറ്റ് ഈസ് ലൈക്ക് 543 CR സംതിങ് ഫോർ ദാറ്റ് വാച്ച് ആൻഡ് പീപ്പിൾ ആർ ബൈയിങ് ദിസ് വാച്ച്, റൈറ്റ്? പിന്നെ ബർക്കിൻ ബാഗ് നമ്മൾ പറഞ്ഞു 4 കോടി രൂപേൻ്റെ ബാഗ്. ആൻഡ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലക്ഷറി ഐറ്റംസ്. ഇതൊന്നും എല്ലാ മാർക്കറ്റിലേക്കും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ നടക്കില്ല. ഈ പറയുന്ന ഫാക്ടേഴ്സ് നോക്കിയിട്ട് മാത്രമേ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വൈഡറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് മെൻ ബൈ ദിസ് പെസ്റ്റ് അനാലിസിസ്. ദെൻ വി ലുക്ക്ഡ് ഇൻ ടു ദിസ് കാര്യം. അതായത് ഇതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബിസിനസ്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് നമുക്ക് 2 ഫാക്ടേഴ്സിലാ. ചില ബിസിനസ് സിമ്പിൾ ആയിരിക്കും, ചില ബിസിനസ് കോംപ്ലക്സ് ആയിരിക്കും. ചില ബിസിനസ് സ്റ്റേബിൾ ആയിരിക്കും, ചില ബിസിനസ് മാറിക്കൊണ്ടിരിക്കും, അൺസ്റ്റേബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് ബിസിനസ്സിന്റെ ഒരു ഫാക്ടേഴ്സിൽ ഞാൻ എഴുതാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. ഒരു ബിസിനസ് സിമ്പിളും സ്റ്റേബിളും ആണെങ്കിൽ അവരെ അൺസർട്ടൈനിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ലോ അൺസർട്ടൈനിറ്റിയാണ്. എന്നൊരു ബിസിനസ് കോംപ്ലക്സും അൺസ്റ്റേബിളും ആണെന്ന് വിചാരിച്ചോ, എന്നാൽ അവർ അൺസർട്ടൈനിറ്റി എന്ന് പറയുമ്പോൾ എന്താ, ഹൈ അൺസർട്ടൈനിറ്റിയാണ്. എങ്ങനെ സിമ്പിളും സ്റ്റേബിളും ആണെങ്കിൽ ലോ അൺസർട്ടൈനിറ്റി, കോംപ്ലക്സും അൺസ്റ്റേബിളും ആണെങ്കിൽ എന്താ വരിക, ഹൈ അൺസർട്ടൈനിറ്റി ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചതിന് ശേഷം നമ്മൾ മൂവ് ചെയ്തിട്ടുള്ള വേറെ ടോപ്പിക് ആയിരുന്നു ദ ചേഞ്ചിങ് ബിസിനസ് എൻവയറൺമെന്റ്. ദ ചേഞ്ചിങ് ബിസിനസ് എൻവയറൺമെന്റ്. സി, പല കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ബിസിനസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇഫ് യു ലുക്ക് ഇൻ ടു ദ കാർസ് വെൻ യു കം ടു ദ ക്ലാസ്സസ്, വി നോ ദാറ്റ് ഓരോ ദിവസം നിങ്ങൾ കാണുന്ന കാറിൽ ഡിഫറെൻറ്റാ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മെർസിഡീസ് ബെൻസിന്റെ കാർ കാണുന്നു, ലെംബോർഗിനി കാണുന്നു, ഈവൻ നമ്മുടെ നാട്ടിലത്തെ റോഡ്സിൽ ആൾക്കാർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർട്സ് കാർസ് മെക്ലറിനൊക്കെ പുറമേയുള്ള രാജ്യത്ത് നിന്നൊക്കെ കൊണ്ടുവരുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷൻ കൊണ്ടാണ്. നമ്മൾ ഈ പറയുന്ന പുറമേയുള്ള രാജ്യങ്ങളിലുള്ള കമ്പനീസിന് ഇന്ത്യയിൽ വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്തുകൊണ്ടാണ്, ഗ്ലോബലൈസേഷൻ ഓഫ് ബിസിനസ് ഉള്ളതുകൊണ്ടാണ്. സോ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ആഗോളവൽക്കരണം അല്ലേ? പല രാജ്യങ്ങളിലുള്ള ബിസിനസ്സിനും നമ്മളെ രാജ്യത്ത് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വൈസ് വേഴ്സ നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പല രീതിയിലുള്ള സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് മേർജർ, അക്വിസിഷൻ, സ്ട്രാറ്റജിക് അലയൻസ്. എടാ ഈ മേർജർ എന്ന് പറയുന്ന സമയത്ത് എന്താ, നമുക്ക് എങ്ങനെയാണ് മേർജറിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുക? ഫോർ ദാറ്റ് ഐ വിൽ ജസ്റ്റ് ഷോ യു എ കൈൻഡ് ഓഫ് ഇലസ്ട്രേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുമ്പോൾ merger is a type in which two companies are coming together. നമ്മളിപ്പോൾ നമ്മളെ നാട്ടിലത്തെ കേസിൽ നിങ്ങൾ പല കമ്പനീസിന്റെ കേസും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. വോഡോഫോൺ ആൻഡ് ഐഡിയ, ഒരുമിച്ച ഒരു കമ്പനിയാണ്. ആൻഡ് ഹീറോ ഹോണ്ട ഇപ്പോൾ അവർ ഡിമേർജ് ചെയ്തിട്ടുണ്ട്. മാരുതി സുസുക്കി, ഇതൊക്കെ മേർജ് ചെയ്തിട്ടുള്ള കമ്പനീൻ്റെ എക്സാമ്പിളാണ്. സോ തിങ്ക് ലൈക്ക് merger as two companies are coming together. അക്വിസിഷനോ, ഒരു കമ്പനി വേറൊരു കമ്പനീനെ മൊത്തത്തിൽ എടുക്കുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അക്വിസിഷൻ. ഇറ്റ് ഇസ് ലൈക്ക് അഡോപ്ഷൻ, റൈറ്റ്? എന്നാൽ ഇവർ രണ്ടുപേരും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുന്ന, സ്ട്രാറ്റജിക് അലയൻസ് എന്ന് പറയാൻ പറ്റുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ ഐ ഹാവ് ഗിവൻ യു ഇമേജ് ഓഫ് വോഡോഫോൺ ആൻഡ് ഐഡിയ. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് merger. ദ ടു കമ്പനീസ് ആർ കമ്മിങ് ടുഗെദർ. രണ്ട് കമ്പനീസ് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റൂടാ, merger എന്ന് പറയാം. സോ ഇഫ് ടു കമ്പനീസ് ആർ കമ്മിങ് ടുഗെദർ വി കോൾ ദാറ്റ് merger.
എന്നാൽ ഒരു കമ്പനി വേറെ കമ്പനീനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും? അക്വിസിഷൻ എന്ന് പറയും. എങ്ങനെ? ഇഫ് 2 കമ്പനീസ് ആർ കമ്മിങ് ടുഗെദർ വി കോൾ ഇറ്റ് മെർജർ. ഇഫ് 1 കമ്പനി ഈസ് അക്വയറിംഗ് അനദർ കമ്പനി വി ക്യാൻ കോൾ ദിസ് അക്വിസിഷൻ. ഇപ്പോൾ മെർജറിന്റെ എക്സാമ്പിൾ ആയിട്ട് വോഡാഫോൺ ഐഡിയ നമ്മൾ പറഞ്ഞു. അക്വിസിഷൻ എക്സാമ്പിൾ ആയിട്ട് ടാറ്റ അക്വയർഡ് എയർ ഇന്ത്യ, സൊമാറ്റോ അക്വയർഡ് ബ്ലിങ്കറ്റ്. ആൻഡ് ഇഫ് 2 കമ്പനീസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. മെർജർ ആണോ? മെർജർ അല്ല. അക്വിസിഷൻ ആണോ? അക്വിസിഷൻ അല്ല. ഇതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ടേമാണ് സ്ട്രാറ്റജിക് അലയൻസ്. ലൈക്ക് വി വർക്ക് ടുഗെദർ, വി ഡോണ്ട് ലിവ് ടുഗെദർ. നമുക്ക് ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും നമ്മളിപ്പോൾ ചില ടേംസ് ഒക്കെ ഉണ്ടല്ലോ, സിറ്റുവേഷൻഷിപ്പ് പോലെയുള്ള ടേംസ് ഒക്കെ നമുക്ക് ഇതിലേക്ക് റെഫറൻസ് ആയിട്ട് സിംപ്ലി പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം. ഓക്കെ, എനിവേ, കീപ്പിംഗ് ദാറ്റ് ടോപ്പിക് അസൈഡ്, വെൻ വി മൂവ് ഇൻ ടു ഇറ്റ്, നമ്മൾ പിന്നെ സംസാരിച്ച ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ റിസ്കിനെ പറ്റിയിട്ട്. അതിന് മുമ്പ് ചില വേറെ ഫാക്ടേഴ്സും കൂടിയും ചേഞ്ചിങ് ബിസിനസ് എൻവയോൺമെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അത് വേറൊരു കാര്യമാണ്, കസ്റ്റമേഴ്സിന്റെ വാല്യൂസും ബിഹേവിയേഴ്സും മാറുന്നു. പല കാര്യങ്ങളിലെയും ഗവൺമെന്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ലിബറലൈസേഷൻ ഓഫ് ട്രേഡ് വരുന്നുണ്ട്. ബിസിനസിന്റെ പ്രാക്ടീസസ് മാറുന്നുണ്ട്. സച്ചസ് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഔട്ട്സോഴ്സിങ് വരുന്നു, ഡൗൺ സൈസിങ് വരുന്നു, റീ എഞ്ചിനീയറിംഗ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നു. സോ ശരിക്കും പറഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഐ ഷോ യു എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഇപ്പം നമ്മൾ കേസ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന കുറച്ച് കമ്പനീസിന്റെ കേസ് നോക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? യാ, നൈക്കി. യു നോ ദ കമ്പനി നൈക്കി? ഈ നൈക്കി എന്ന് പറയുന്ന കമ്പനിയുടെ മേജർ ആയിട്ടുള്ള ബിസിനസ് നിങ്ങൾക്ക് അറിയാലോ, പല രീതിയിലുള്ള സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നൈക്കി സെല് ചെയ്യുന്നത്. അപ്പോൾ നൈക്കിന്റെ ഒരു ഫാക്ടറിയിൽ നൈക്കിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നൈക്കിന്റെ പല കാര്യങ്ങളും നൈക്കി എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട്സോഴ്സ് ചെയ്യാണ്. സോ നൈക്കി പല കാര്യങ്ങളും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, നൈക്കി ഇപ്പൊ യുഎസ് ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ യുഎസിലത്തെ ലേബേഴ്സിനെ വെച്ചുകൊണ്ട് അവർ ഈ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആവും. സോ അവർ ചീപ്പായിട്ട് ലേബേഴ്സ് കിട്ടുന്ന രാജ്യങ്ങളിലേക്ക് അവരെ കമ്പനീന്റെ ഓപ്പറേഷൻസിനെ ഔട്ട്സോഴ്സ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ ചൈനയിലേക്ക്, ബംഗ്ലാദേശിലേക്ക്, തായ്ലൻഡിലേക്ക്, ഇന്ത്യയിലേക്ക്, ഇന്തോനേഷ്യയിലേക്ക്, വിയറ്റ്നാമിലേക്ക്. സോ ഇവിടേക്കൊക്കെ ഔട്ട്സോഴ്സ് ചെയ്യുമ്പോൾ യു ഗെസ് ഇറ്റ് റൈറ്റ്, വിൽ ഗെറ്റ് വാട്ട്? ചീപ്പ് ലേബർ. ഇപ്പൊ നൈക്കി മാത്രമല്ല, നമുക്ക് പല കമ്പനീസിന്റെ എക്സാമ്പിൾ ഔട്ട്സോഴ്സിംഗിൽ പറയാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ ആപ്പിളിന്റെ സിറ്റുവേഷൻ നമ്മൾ സംസാരിച്ചു, അസംബിൾഡ് ഇൻ ചൈന. അഡിഡാസിന്റെ സിറ്റുവേഷൻ വി ഓൾസോ ലേൺ ദാറ്റ് അഡിഡാസിന്റെ പല കാര്യങ്ങളും അവർ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട്. സാറ സാറന്റെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന പല കൺട്രീസിന്റെ കേസ് പറയുകയാണെങ്കിൽ വി ആർ ഹാവിംഗ് ബംഗ്ലാദേശ്, മൊറോക്കോ, ടർക്കി. യാ, പിന്നെ യു മൈറ്റ് ബി ഹേർഡ് അബൌട്ട് ഐക്കിയ. അപ്പൊ ഐക്കിയന്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അവർ അടിപൊളിയായിട്ട് കമ്പനീനെ പല ഓപ്പറേഷൻസും ഔട്ട്സോഴ്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ദെൻ വി ആർ ഹാവിംഗ് കൊക്കോകോള. സോ കമ്പനീസിന്റെ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റാ. അവർക്ക് പല രീതിയിൽ കോസ്റ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്? സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന. പിന്നെ വി ക്യാൻ സേ ചേഞ്ചസ് ഇൻ സോഷ്യൽ ആൻഡ് ബിസിനസ് റിലേഷൻഷിപ്പ്. ആൾക്കാർ ഇപ്പൊ നോർമലി പണ്ടത്തെ പോലെയൊന്നും അല്ല അല്ലെ. ഇപ്പം എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആൾക്കാർ ഇന്ററാക്ട് ചെയ്യുന്നതും അവർ വരുന്ന കാര്യങ്ങളും എല്ലാം മാറി. ഇപ്പോൾ പണ്ട് ഒക്കെ രീതിയിൽ നമ്മൾ ടിവിയിലൊക്കെ പരസ്യം ചെയ്യുന്നതൊക്കെ ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെയാണ് പരസ്യങ്ങൾ വരുന്നത്. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ഉള്ളത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലല്ലേ. സോ എവിടെയാണ് ആൾക്കാർ, അതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്തു? മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ആൾക്കാരും ബിസിനസിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് നമുക്ക് പറയാം. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു പൊളിറ്റിക്കൽ റിസ്ക്. എടാ, ഏതൊരു ബിസിനസ്സും അനുഭവിക്കുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് റിസ്ക് ആണ് പൊളിറ്റിക്കൽ റിസ്ക്. കാരണം നമ്മൾ ഇന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഗവൺമെന്റ് പോളിസിയിൽ വന്ന ചേഞ്ച്, വാറ്, കറപ്ഷൻ കൊണ്ട് നമ്മുടെ ബിസിനസിനെ ഡിസ്റപ്റ്റ് ചെയ്യാണ്. അപ്പൊ യു കെയിൽ ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ റിസ്ക് ഒരു പരിധി വരെ കുറക്കാൻ ആവശ്യമായിട്ട് അവരൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ എന്ത് ചേഞ്ചസ് വരുന്ന സമയത്തും ആദ്യമായിട്ട് അത് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി ഗ്രീൻ പേപ്പർ ഉണ്ടാവും. പിന്നെയാണ് വൈറ്റ് പേപ്പർ ആവുള്ളൂ. അപ്പോൾ ബിസിനസ്സിന് ഒന്നുകൂടി കൂടുതൽ റെഡി ആവാൻ വേണ്ടി പറ്റും ചേഞ്ചസിന് വേണ്ടിയിട്ട്. ദെൻ നമുക്ക് ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 മെത്തേഡ്സിനെ പറ്റി പറഞ്ഞു. നമുക്ക് ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന 3 ലെജിറ്റിമേറ്റ് മെത്തേഡ് ഉണ്ട്. അതിലൊരു കാര്യം, ലോബിസ്റ്റുകൾ എന്ത് ചെയ്യുക? എംപ്ലോയ് ചെയ്യുക. ഇറ്റ് ഈസ് ലൈക്ക് പുട്ടിങ് അവർ കേസസ് ടു ഇൻഡിവിജ്വൽ മിനിസ്റ്റേഴ്സ് ആൻഡ് സിവിൽ സർവൻസ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എംപിമാർക്ക് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഓൾസോ പബ്ലിക് ഒപ്പീനിയനെ അഡ്വർടൈസിംഗിലൂടെയുള്ള പോലെ മെത്തേഡ്സിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ നമുക്ക് ലെജിറ്റിമേറ്റ്ലി ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. ദെൻ വി ലുക്ക്ഡ് ഇൻ ടു സുപ്രാനാഷണൽ ബോഡീസ്. സുപ്രാനാഷണൽ ബോഡീസിന്റെ എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ വി ആർ ഹാവിംഗ് യൂറോപ്യൻ യൂണിയൻ, വി ആർ ഹാവിംഗ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ യൂറോപ്പ് എന്ന് പറയുന്ന രാജ്യത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ആ രാജ്യം എന്ന് പറയുന്ന സമയത്ത് യൂറോപ്പിലുള്ള പല രാജ്യങ്ങളും ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവര് മനസ്സിലാക്കിയിട്ടുള്ള പ്രശ്നം,
യൂറോപ്പിലുള്ള രാജ്യങ്ങളെല്ലാം വ്യത്യസ്തമായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ, ഇവര് ഓരോ രാജ്യത്തു നിന്ന് ഗുഡ്സ് വേറെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാ. കാരണം ഒരു സ്ഥലത്ത് നിർത്തണം, അതിന് ഡ്യൂട്ടി കൊടുക്കണം, ടാരിഫ് കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ ഗുഡ്സ് ആൻഡ് സർവീസ് മൂവ്മെന്റ് ചെയ്യാൻ പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഈ യൂറോപ്പിലുള്ള രാജ്യങ്ങളൊക്കെ തീരുമാനിച്ചുകൊണ്ട് അവരൊരു യൂണിയൻ ഫോം ചെയ്തുകൊണ്ട് അവരിടയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഫ്രീ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഫോം ചെയ്തതാണ് യൂറോപ്യൻ യൂണിയൻ. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കുന്ന പല നിയമങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആപ്പിളിന്റെ സിറ്റുവേഷനിൽ ആപ്പിളിന് പണ്ട് ലൈറ്റ്നിങ് കേബിൾ അല്ല ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ സി ടൈപ്പിലേക്ക് ചേഞ്ച് ചെയ്തു. വൈ ഡിഡ് ദേ ചേഞ്ച് ടു സി ടൈപ്പ്? ബിക്കോസ് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു നിങ്ങൾ നമ്മളെ മാർക്കറ്റിൽ ഫോൺ സെല് ചെയ്യുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്താക്കണം, സി ടൈപ്പ് ആക്കണം എന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ പല ചേഞ്ചസും യൂറോപ്യൻ യൂണിയന് കൊണ്ടുവന്നു ലൈക്ക് വന്നതുകൊണ്ട് യൂറോപ്പിലുള്ള കൺട്രീസിന് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾക്കൊക്കെ അതെന്താണ് ബാധകം. പണ്ട് നമ്മൾ യു കെയും യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിരുന്നു. പിന്നെ യു കെ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ ബ്രെക്സിറ്റ് എന്നുള്ള ടേം ഒക്കെ പറയും. ബ്രിട്ടൻ എക്സിറ്റ് ചെയ്തു യൂറോപ്യൻ യൂണിയനിൽ. അപ്പോൾ പിന്നെ തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പീപ്പിൾ ഷുഡ് ബി ഫ്രീ ടു ബൈ ആൻഡ് സെൽ ഗുഡ്സ് ആൻഡ് സർവീസസ് എനിവെയർ ഇൻ ദ വേൾഡ്. ഇതിനെ വിളിക്കുന്ന ഒരു ടേമാണ് തിയറി ഓഫ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ദെൻ വി മൂവ്ഡ് ഇൻ ടു ഡേറ്റ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി. നമ്മളെ കാലത്ത് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ ഡേറ്റ പ്രൊട്ടക്ഷൻ സെക്യൂരിറ്റി. പല കമ്പനീസും നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 1998 പറയുന്ന പല ഫാക്ടേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കേണ്ട 3 കാര്യം. ഒരു വ്യക്തിയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് പേഴ്സണൽ ഡേറ്റ എന്ന് പറയാം. അപ്പോൾ ആരുടെ ഡേറ്റ ആണോ ഒരു കമ്പനി കളക്ട് ചെയ്യുന്നത്, ആ കളക്ട് ചെയ്യുന്ന വ്യക്തിനെ അല്ലെങ്കിൽ കളക്ട് ചെയ്യപ്പെടുന്ന ആളുണ്ടല്ലോ, ആളെ നമുക്ക് ഡേറ്റ സബ്ജക്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ആണ് എൻ്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ ഡേറ്റ യൂസർ ആണ്, ഞാൻ ഡേറ്റ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എനിക്കുള്ള റൈറ്റ്സിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ യൂസേഴ്സിന്റെ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. യൂസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഡേറ്റ സബ്ജക്റ്റിനെ കുറിച്ചാണ്. അഗൈൻ ഡേറ്റ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? ഡേറ്റ ആൾക്കാരെ കളക്ട് ചെയ്യുന്നവരെ ഡേറ്റ യൂസേഴ്സ് എന്ന് പറയും. ആര് ഡേറ്റ ആണോ കളക്ട് ചെയ്യുന്നത് അവരെ വിളിക്കുന്ന ടേമാണ് ഡേറ്റ സബ്ജക്ട്സ്. സോ ഡേറ്റ സബ്ജക്ട്സിന് പല രീതിയിലുള്ളതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഫോണിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മൾ എന്തെങ്കിലും ഫോണിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നോട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ വണ്ടർലാന്നോ കാർഡിന്റെ ഇൻഫർമേഷനോ എന്തെങ്കിലും ഫോണിന്റെ അടുത്ത് നിന്ന് സംസാരിച്ച് നോക്ക്, നമുക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ അഡ്വർടൈസ്മെന്റ് വരും. സോ നമ്മൾ ഡേറ്റ എന്ന് പറയുമ്പോൾ അത്രയും ബ്രീച്ച് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. എനിവേ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദർ ഈസ് റൈറ്റ് ടു ബി ഇൻഫോംഡ്. നിങ്ങളെ ഡേറ്റ ഒരാൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. ആ ഡേറ്റ എന്താണെന്ന് നോക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. വി ക്യാൻ സെ റൈറ്റ് ടു ആക്സസ്, തിരുത്താനുള്ള റൈറ്റ്, റെക്ടിഫിക്കേഷൻ, എറേഷർ, ലൈക്ക് എടുത്ത് കളയാൻ ഡിലീറ്റ് ആക്കാനുള്ള റൈറ്റ്, പ്രോസസ്സ് ചെയ്യാതിരിക്കാൻ പറയാനുള്ള റൈറ്റ്, പോർട്ടബിലിറ്റിക്കുള്ള റൈറ്റ്, ടു ഒബ്ജക്റ്റ് നിങ്ങളുടെ ഡേറ്റ ആരെങ്കിലും കളക്ട് ചെയ്തിട്ടാണ് കളക്ട് ചെയ്യരുതെന്ന് പറയാനുള്ള റൈറ്റ് നിങ്ങൾക്കുണ്ട്. അതുപോലെ നിങ്ങളുടെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രൊഫൈൽ ആക്കാതിരിക്കാൻ പറയാനുള്ള റൈറ്റ് ഉണ്ട്. സോ ഈ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ആസ് ഡേറ്റ സബ്ജക്റ്റ് ഉണ്ടാവുന്ന റൈറ്റ്. റൈറ്റ് ടു ബി ഇൻഫോംഡ്, റെക്ടിഫിക്കേഷൻ, റെസ്ട്രിക്ട് പ്രോസസിംഗ്, റൈറ്റ് ടു ഒബ്ജക്റ്റ്, റൈറ്റ് ടു ആക്സസ്, റൈറ്റ് ടു ഇറേഷർ, ഡേറ്റ പോർട്ടബിലിറ്റി ആൻഡ് ഓട്ടോമേറ്റഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് പ്രൊഫൈലിംഗ്. ഇപ്പോൾ ഡേറ്റ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നത് ശരിക്കും ഇൻഡിവിജ്വൽ പ്രൈവസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ പിന്നീട് സംസാരിക്കുന്നത് ത്രെറ്റ് ടു ഡേറ്റ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇതിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഡേറ്റൻ്റെ കേസ് നോക്കുന്ന സമയത്ത് അതിൽ വരുന്ന പ്രശ്നങ്ങളെ പറ്റി നമ്മൾ ലിസ്റ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഹ്യൂമൻ എറർ. മനുഷ്യന്റെ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഒരു ഹാർഡ് ഡിസ്ക് ഒക്കെ ഒരാളടുത്ത് കൊടുത്തയച്ചു, അയാൾ ബസ്സിൽ നിന്ന് അത് എടുക്കാൻ വിട്ടുപോയി, ഡേറ്റ പോയില്ലേ, ഹ്യൂമൻ എറർ. ടെക്നിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായി, അതായത് ഹാർഡ് ഡിസ്ക് ക്രാഷ് ആയിട്ടുണ്ട് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ കാറ്റസ്ട്രോഫിക് ഇവൻറ്റ്സ്, ഫ്ലഡ്, ഫയർ പോലെയുള്ള കാര്യങ്ങൾ വന്നു. മെലീഷ്യസ് ഡാമേജസ് ഉണ്ടായി. ഇപ്പോൾ മെലീഷ്യസ് ഡാമേജസ് ഒക്കെ പറയുമ്പോൾ എക്സാമ്പിൾ ട്രോജൻ വൈറസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ ലെജിറ്റിമേറ്റ് സോഫ്റ്റ്വെയർ ആണെന്ന് വിചാരിച്ച് കയറ്റും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു വൈറസ് ഉണ്ടാവും. സോ വി ക്യാൻ കോൾ ദിസ് മെലീഷ്യസ് ഡാമേജ്. പിന്നെ നമ്മളെ റൈവൽസ് ഒക്കെ നമ്മളെ ഡേറ്റാസ് ഒക്കെ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. വി കോൾ ദിസ് ഇൻഡസ്ട്രിയൽ എസ്പിയോണേജ് ഓർ സാബോട്ടാജ്. ദെൻ ദർ ഇസ് ഡിസോണസ്റ്റി ഓർ ഫ്രോഡ്. ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഒരു ഡിസഡ്വാൻറ്റേജിൽ ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ കമ്പനിയിൽ നിന്ന് അവർക്ക് അഡ്വാൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട് പല ഡേറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പേറോളിൻ്റെ ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവർ കൂടുതൽ ക്യാഷ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, പല ഫാക്ടേഴ്സ് റൈറ്റ് ഓഫ് ചെയ്യുക, ബാഡ് ഡെറ്റ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുക, അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ള കാര്യത്തിന്റെ സമ്മറി പറയുകയാണെങ്കിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ പ്രിൻസിപ്പിൾസിന് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം ഇതിന് വേണ്ടിയിട്ടാണ്. എന്താ, ഡേറ്റ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അത് ലോഫുള്ളി ആൻഡ് ഫെയർലി പ്രോസസ് ചെയ്യണം.
സ്പെസിഫൈഡ് ലോഫുൾ പർപ്പസിന് വേണ്ടി മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അഡിക്വേറ്റ്, റെലവന്റ് ആൻഡ് നോൺ എക്സസീവ് ആണ്. ഒരു കൂടുതൽ എക്സസീവ് ആയിട്ട് ഒരു കമ്പനി നിങ്ങൾ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ യു ഷുഡ് നെവർ ഗിവ് ടു ദാറ്റ് കമ്പനി. ഇറ്റ് ഷുഡ് ബി അക്യുറേറ്റ് ആൻഡ് കെപ്റ്റ് അപ് ടു ഡേറ്റ്. ആവശ്യത്തിനേക്കാളും കൂടുതൽ വെക്കാൻ പാടില്ല. സെക്യൂർലി പ്രോസസ് ചെയ്യണം. ഈ പറഞ്ഞ യൂറോപ്യൻ ഇക്കണോമിക് ഏരിയന്റെ അപ്പുറത്ത് ഇത് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സെക്യൂർലി പ്രോസസ് ചെയ്യണം. ഈ ആക്ടിന്റെ മെയിൻ 2 എയിം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പ്രൈവസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും ഡേറ്റ പ്രൊട്ടക്ഷൻ ലെജിസ്ലേഷൻ ഹാർമനൈസ് ചെയ്യുക എന്നുള്ളതുമാണ്. കാരണം ഫ്രീ ഫ്ലോ ഓഫ് പേഴ്സണൽ ഡേറ്റ വിത്തിൻ യൂറോപ്യൻ മെമ്പർ സ്റ്റേറ്റ്സ് ഈ പറയുന്ന കാര്യം കൊണ്ട് നമുക്ക് സാധിക്കാൻ വേണ്ടി പറ്റുന്ന. ദെൻ വി ലേൺ അബൌട്ട് ഡെമോഗ്രഫി. ഡെമോഗ്രഫി എന്ന് പറയുമ്പോൾ സിംപ്ലി ഇറ്റ് ഇസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഇത് മെയിൻലി നമ്മൾ നോക്കുന്നത് മാർക്കറ്റിംഗ് പീപ്പിളാണ്. സോ മാർക്കറ്റിംഗ് പീപ്പിൾ ഈ പറയുന്ന ഒരു ഫാക്ടർ നോക്കുന്ന പല കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഫാമിലി ലൈഫ് സൈക്കിളിനെ പറ്റി അറിയാൻ, സോഷ്യൽ ക്ലാസ്, ബൈയിങ് പാറ്റേൺസ്. സി വെൻ വി ലുക്ക് ഇൻ ടു നമ്മളൊരു ചെറിയൊരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ആഗ്രഹമല്ല നമ്മൾ പ്രായം കൂടുന്തോറും നമുക്ക് ഉണ്ടാവുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു 3 4 വയസ്സായിട്ടുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ടോയ്സിനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പിന്നെ ചോക്ലേറ്റിന് ആഗ്രഹം ഉണ്ടാവും. പിന്നെ നമ്മൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാറി മാറി വരും അല്ലേ. അപ്പോൾ നല്ല വൃദ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് മരിച്ചു പോകാനായിരിക്കും അവരുടെ ആഗ്രഹം ഉണ്ടാവുക. അപ്പോൾ മാർക്കറ്റിംഗ് പീപ്പിൾ ഈ പറയുന്ന കാര്യം നല്ല രീതിയിൽ സ്റ്റഡി ചെയ്യണം. ഓരോ ഘട്ടം എത്തുമ്പോഴും ഈ ആൾക്കാരെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഇവർക്ക് മാർക്കറ്റ് ചെയ്ത് സെല് ചെയ്യാൻ പറ്റണം. പിന്നെ നമ്മൾ സോഷ്യൽ ക്ലാസ്സിനൊക്കെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൻ വി ലുക്ക്ഡ് ഇൻ ടു സോഷ്യൽ ക്ലാസ് നമ്മൾ പറഞ്ഞു ഈ മാർക്കറ്റിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് സെഗ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസ് ഓഫ് ഏജ്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഒക്യുപ്പേഷൻ, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എക്സെട്ര ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ദ സ്പെസിഫിക് ഗ്രൂപ്പ് ദാറ്റ് വി നീഡ്. കാരണം നമുക്കറിയാം നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയാണ് അല്ല. അപ്പോൾ ലംബോഗിനിന്റെ കേസൊക്കെ അവർ പറഞ്ഞു അവർ ടി വിയിൽ പരസ്യം ചെയ്യാറില്ല. എന്തുകൊണ്ട് അവർ ടി വിയിൽ പരസ്യം ചെയ്യാത്തത്? ടി വി കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരെ പ്രൊഡക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ ബൈയിങ് പാറ്റേൺസിന്റെ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഡിറ്റർമിനൻസും ഉണ്ട്, ഇൻഹിബിറ്ററും ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് വേടിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ടേമാണ് ഡിറ്റർമിനൻസ്. പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യത്തിന് ഇൻഹിബിറ്റർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ പ്രൊഡക്റ്റിന് പ്രൈസ് കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മൾ വേടിക്കുന്നതിൽ പിന്തിരിപ്പിക്കില്ലേ. പിന്നെ ഇംപ്ലിക്കേഷൻ ഫോർ എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് ഡെമോഗ്രഫിനെ പറ്റി പറയുമ്പോൾ. എംപ്ലോയീസ് ശരിക്കും എന്തിനാണ് ഡെമോഗ്രഫി പഠിക്കുന്നത്? അവർക്ക് അവരുടെ കമ്പനിയിൽ എംപ്ലോയ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലേബേഴ്സ് അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ഉണ്ടെങ്കിൽ എങ്ങനത്തെ ആൾക്കാർ, എങ്ങനത്തെ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇനി അവിടെ ഇല്ലെങ്കിൽ നമ്മൾ പുറമേയുള്ള രാജ്യത്ത് നിന്ന് കൊണ്ടുവരണോ? പാർട്ട് ടൈം ലേബേഴ്സിനാണോ വേണ്ടത്? ഫിക്സ് ടൈം ആയിട്ടുള്ള ആൾക്കാർ അവൈലബിൾ ആണോ? ശരിക്കും പാർട്ട് ടൈം ലേബേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ എംപ്ലോയ് ചെയ്യുന്നതാണ് കമ്പനിക്ക് ഏറ്റവും ബെനിഫിറ്റ് അല്ലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവർക്ക് പല രീതിയിലുള്ള പല ഫാക്ടേഴ്സ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയീസ് നോക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എംപ്ലോയീസ് ഡെമോഗ്രഫി നോക്കുന്നതിന് വേണ്ടിയിട്ടാ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിക്രൂട്ടിനെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആ രാജ്യത്തില്ലെങ്കിൽ പുറമേയുള്ള രാജ്യത്ത് നിന്ന് അവർ എന്ത് ചെയ്യാൻ വേണ്ടി നോക്കും? കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ നമ്മൾ കൾച്ചറൽ ട്രെൻഡ്സിനെ പറ്റി സംസാരിച്ചു. കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി മാറിക്കൊണ്ടിരിക്കുക. ബിസിനസ് പല കാര്യങ്ങളിലേക്കും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ നിന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളൊരു ഫാക്ടർ ആയിരുന്നു. ഇതപ്പോൾ നമ്മൾ സംസാരിച്ചല്ലോ. ഡെമോഗ്രഫിന്റെ കേസിൽ ഫാമിലി ലൈഫ് സൈക്കിൾ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഡെമോഗ്രഫി ആൻഡ് ലേബർ മാർക്കറ്റിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫാമിലി ലൈഫ് സൈക്കിളിന്റെ കേസിൽ നിങ്ങൾ പറയുമ്പോൾ കണ്ടോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ സോഷ്യൽ ക്ലാസ് ആൻഡ് ബൈയിങ് പാറ്റേൺസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. യാ സോ സോ ഇവിടെ നമ്മളൊരു കമ്പനീന്റെ കേസ് നോക്കുമ്പോൾ അത് ഗൂഗിളിന്റെ ഓഫീസിന്റെ ഒരു എഐ ഇലസ്ട്രേഷനാണ്. അപ്പോൾ ഗൂഗിളിന്റെ ഓഫീസിൽ നിങ്ങൾ കണ്ട ഇങ്ങനെ ആൾക്കാർക്ക് സ്റ്റെയർകേസിന് പകരം ഇങ്ങനെ സ്വിങ് ചെയ്ത് വരാം. സോ അതൊക്കെ കൊണ്ട് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗൈൻ ഒരു എംപ്ലോയിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ജിം ഫെസിലിറ്റീസ് ഉണ്ട്, ഫുഡ് ഫെസിലിറ്റീസ് ഉണ്ട്. സോ പല രീതിയിലുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഓഫീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പണ്ടത്തെ പോലെയല്ല എംപ്ലോയി ഹെൽത്തിലേക്കൊക്കെ കമ്പനി ഒന്നുകൂടി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രോയിങ് മാർക്കറ്റ്, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിലേക്ക് പോകുന്നുണ്ട്. പുതിയ ടൈപ്പ് ഓഫ് ഫുഡ്സ് വരുന്നുണ്ട്. ലൈക്ക് സപ്ലിമെന്റ്സ്, കൺവീനിയൻസ് ഫുഡിലേക്ക് വരുന്നുണ്ട്, ഓർഗാനിക് ഫുഡ്സിലേക്ക് വരുന്നുണ്ട്. സിംപ്ലി കൾച്ചർ ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ തരുന്നുണ്ട് മാത്രമേ ഉള്ളൂ. പിന്നെ വുമൺ ഇൻ വർക്ക് അല്ലേ. എടാ പണ്ടത്തെ കേസിലൊക്കെ നോക്കുന്ന സമയത്ത് ഫീമെയിൽസിനെ നല്ല രീതിയിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേജസിന്റെ കേസിലാണെങ്കിലും ഓപ്പർച്യൂണിറ്റീന്റെ കേസാണെങ്കിലും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഡിസ്ക്രിമിനേഷൻ കുറഞ്ഞു വരുന്നുണ്ട്. ഫീമെയിൽസിന് ഒന്നുകൂടി കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീന്റെ കേസിൽ നോക്കുമ്പോൾ വുമൻസിനെ എൻഗേജ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് ടൈമും ഫ്ലെക്സിബിളും ആയിട്ടുള്ള വർക്കിംഗ് എൻവയറമെന്റ് ഒക്കെ വരുന്ന ടൈമിൽ അവർക്ക് ഒന്നുകൂടി ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടി കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ഡിസ്ക്രിമിനേഷനെ പറ്റി പറഞ്ഞപ്പോൾ there is overt discrimination. One group is treated less favorably than another. Then we learned about indirect discrimination. Indirect discrimination കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യാൻ ഒന്നുകൂടി
ഹാർഡർ ആക്കാണ്. ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പോ പറയാണ്, പണ്ടത്തെ നമ്മളൊരു വർക്കിംഗ് ടൈമൊക്കെ 9-1 വരെയായിരുന്നു. ഇപ്പൊ നമ്മൾ ആ വർക്കിംഗ് ടൈം 9-1 ന്ന് മാറ്റി 9-4 ആക്കി. അത് ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസിന് മാറ്റി. പക്ഷേ ഫീമെയിൽസ് ഒന്നുകൂടി ബുദ്ധിമുട്ടുന്നുണ്ടാവും. കാരണം അവർക്ക് വീട്ടിൽ പോയിട്ട് വേറെയും ചോറും മറ്റേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവാം. അപ്പോ ഇവിടെ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയാ. ആൻഡ് ലാസ്റ്റ്ലി നമ്മള് ഈ ഒരു ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്തത് ഇംപാക്ട് ഓഫ് ടെക്നോളജി ഓൺ ഓർഗനൈസേഷൻ എന്നുള്ളത് സംസാരിച്ചിട്ടാണ്. ഇമ്പാക്ട് ഓഫ് ടെക്നോളജി ഓൺ ഓർഗനൈസേഷനിൽ ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് സ്പാൻ ഓഫ് കൺട്രോൾ. ഈ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു മാനേജറിന്റെ അണ്ടറിൽ വരുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ. എങ്ങനെ? ഒരു മാനേജറിന്റെ അണ്ടറിൽ വരുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ. അപ്പോൾ സ്പാൻ ഓഫ് കൺട്രോൾ ഡിപെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക് അവസാനിപ്പിച്ചിരുന്നു. അതിൽ ആദ്യത്തെ കാര്യമാണ് ദ എബിലിറ്റി ഓഫ് മാനേജർ, ദ എബിലിറ്റി ഓഫ് സബോർഡിനേറ്റ്, ദ നേച്ചർ ഓഫ് ടാസ്ക്, ദ ജോഗ്രഫിക്കൽ ഡിസ്പേഴ്സൽ ഓഫ് സബോർഡിനേറ്റ് ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ഗുഡ് ക്വാളിറ്റി ഇൻഫർമേഷൻ. ദ എബിലിറ്റി ഓഫ് ദ മാനേജർ എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? കാരണം ഒരു മാനേജറിന്റെ എബിലിറ്റിക്കനുസരിച്ചിട്ടാണ് അയാൾക്ക് എത്ര ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. മാനേജർ മാത്രം നന്നായി മതിയോ? പോരാ. കാരണം സബോർഡിനേറ്റ്സ് മണ്ടന്മാരാണെങ്കിൽ ഒരിക്കലും മാനേജറിനെ അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. സോ എബിലിറ്റി ഓഫ് മാനേജർ ഇസ് ഇമ്പോർട്ടന്റ്. എബിലിറ്റി ഓഫ് സബോർഡിനേറ്റ്സ് ഇസ് ഈക്വലി ഇമ്പോർട്ടന്റ്. ദ നേച്ചർ ഓഫ് ടാസ്ക്, എങ്ങനത്തെ ടാസ്ക് ആണ്, ബുദ്ധിമുട്ടായിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ മേ ബി ഒരു മാനേജറിന് എല്ലാ ആൾക്കാരെയും ഓവർസീ ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. ആൻഡ് വി ക്യാൻ സേ ദ ജോഗ്രഫിക്കൽ ഡിസ്പേഴ്സൽ ഓഫ് സബോർഡിനേറ്റ്സ്, സബോർഡിനേറ്റ്സ് എവിടേക്കാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊരു ഫാക്ടറായിട്ട് നമുക്ക് പറയാം. ആൻഡ് ദ അവൈലബിലിറ്റി ഓഫ് ഗുഡ് ക്വാളിറ്റി ഇൻഫർമേഷൻ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്പാൻ ഓഫ് കൺട്രോളിന് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. സോ എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ നമ്മൾ ഒന്നുകൂടിയും പറയാം. ഒരു സുപ്പീരിയറിന്റെ അണ്ടറിൽ വരുന്ന സബോർഡിനേറ്റ്സിന്റെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ. സ്പാൻ ഓഫ് കൺട്രോളിന്റെ കുറച്ച് ഫാക്ടേഴ്സുമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയാണ് നമ്മൾ എടുത്തത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരുവുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നാളെ ചോദിച്ചാൽ മതി. ഓക്കെ സ്റ്റുഡൻസ്. സോ ഹാപ്പി ലേണിംഗ്. സീ യു ടുമോറോ വിത്ത് ക്ലാസ്സസ്.